ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാനൊരു കമൻ്റ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് 2022 ഇത് കാണിക്കുന്നത്. ജസ്റ്റിനെ എന്ത് പറ്റി? 2016 മുതൽക്കേ നീ വരച്ചു തുടങ്ങിയല്ലേ? എൻ്റെ സൈനൊന്നും അതിനകത്തില്ല. ഞാൻ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? ആ ഭിത്തിയിൽ, അവളുടെ വീട്ടിലുള്ള ആ ഭിത്തിയെ തന്നെ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോകളിൽ ഒന്നിലും ഒരു സൈനും ഇല്ല. എന്തേ മോളെ? ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്? കള്ളം പറയേണ്ട കാര്യം എനിക്കെന്താ ഉള്ളത്? പിന്നെ കോടതിയിൽ കേസ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും കോടതിക്ക് നീ എത്ര വില കൊടുക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്നിട്ട് പോലും നീ ഏതോ ഒരു രഞ്ജിത്ത് വിളിച്ചു. ആരാടി രഞ്ജിത്ത്? എനിക്കറിയത്തില്ല, അതുകൊണ്ട് ചോദിക്കുക. ഒരു നമ്പർ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഒരു പാണ്ഡെ, നാരായണൻ പാണ്ഡെ. നമ്പർ ഞാനിപ്പോൾ പറയാം, 1 മിനിറ്റ്. അത് ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. അതൊക്കെ നാരായൺ പാണ്ഡെ എന്നാണ് ട്രൂ കോളറിൽ വന്നിരിക്കുന്നത്. നമ്പർ 9061255729. ഇതാണ് നമ്പർ. അപ്പം വിളിച്ചു. 1 മണിക്കൂറിന് മേളിൽ എന്നോട് സംസാരിച്ചു. എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്കത് അന്നേരം കത്തിയായിരുന്നു. സിനിമ കാണുന്ന വെറുതെ അല്ലല്ലോ നമ്മൾ. പുതിയ നിയമം സിനിമ നീ കണ്ടിട്ടില്ലേ? അതുമല്ല, ലോയുടെ ബുക്ക് എൻ്റെ കയ്യിലും ഇരിപ്പുണ്ട്. അതും നോക്കിയാൽ നമുക്കറിയാം. ഇപ്പം ഇവിടെ ക്രൈംസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഇത് മാറ്റേണ്ടതാണ്. പക്ഷെ ഇതുവരെ മാറ്റിയിട്ടില്ല. അതിനനുസരിച്ച് അഡ്വക്കേറ്റുമാർ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കത്തില്ലേ? അതുപോലെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് എല്ലാ പൗരന്മാർക്കും അവകാശമുള്ളതാണ്. ആ ഒരു അവകാശം ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ വ്യക്തി സ്വാതന്ത്ര്യം, വ്യക്തിഹത്യ, ഇതിനെതിരെ ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. അപ്പം ഇന്നലെ ഏതോ ഒരു രഞ്ജിത്ത് നിന്നെ വിളിച്ചു. എൻ്റെ മറുപടി കഴിഞ്ഞതിന് ശേഷം ശോഭയ്ക്കുള്ള മറുപടി എന്നും പറഞ്ഞിട്ടിട്ടുണ്ടല്ലോ മോള്. ഇപ്പം കേൾപ്പിക്കാം. മറുപടി വീഡിയോയിലേക്ക് സ്വാഗതം. കമന്റ് കണ്ടോ? ഇവിടെ ശോഭ ചേച്ചി പറയുന്നത് എന്താ വെച്ചാൽ ഇതുവരെയുള്ള സിഗ്നേച്ചർ എന്താ, ഇതുവരെ പൊന്നാര ശോഭ ചേച്ചിനെ കണ്ടിട്ട് തന്നെ പഠിച്ചതാണ് ഞാൻ. ശോഭ ചേച്ചിനെ കണ്ട് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുക. അതല്ലേ ഇപ്പം ശോഭ ചേച്ചിക്ക് കേൾക്കേണ്ടത്? എൻ്റെ പൊന്നാര മോളെ, ജസ്റ്റ് സിഗ്നേച്ചർ ഇടൽ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഇത് ഞാനേ 2024 വരച്ച ഫോട്ടോ ആണ്. പിന്നെ ഫ്രെയിം അടക്കും. 1 മിനിറ്റ്. ആ തൊട്ട് പുറയിലൊരു കൃഷ്ണൻ്റെ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിലെന്തോ സൈൻ ഇല്ലാത്തത്? 2024. അപ്പോൾ ആ സമയം മുതൽക്ക് ഞാനും പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തതാണല്ലോ ജസ്റ്റിനെ. എന്തേ, നിനക്കെന്തേലും പറയാനുണ്ടോ ഇപ്പോൾ? വിത്ത് പ്രൂഫ് നീയും എന്തായാലും കോടതി കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ. കോടതിക്ക് നീ പുല്ല് വിലയാണ് കൊടുത്തിരിക്കുന്നതെന്നുള്ളത് മനസ്സിലായി. നീ ആരാന്ന് നീ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ളൊരു ഡയലോഗ് പഠിച്ചില്ലേ? വേണ്ട, എൻ്റെ നമ്പർ എന്തായാലും നീ എല്ലാവർക്കും കാണുക ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കത് കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ അറിയാൻ വയ്യാത്ത നമ്പറിൽ നിന്ന് കോള് വന്ന് സാധാരണ പെൺപിള്ളേർ അറ്റൻഡ് ചെയ്യത്തില്ല. നിന്നെപ്പോലെ എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ച് എല്ലാവരെയും പബ്ലിഷാക്കി മറ്റുള്ളവരെയും സ്വയം നാണം കെട്ട് മറ്റുള്ളവരെ നാണം കെടുത്തി ആരും നിൽക്കത്തില്ല. പക്ഷെ നീ ചെയ്യുന്ന എന്താ? അവിടെ തപ്പുക. വേറെ ഇതുള്ള ഫോട്ടോസ് തപ്പുവാണ്. 2024 വരച്ച ഫോട്ടോ. അപ്പം ഈ പുറയിലത്തെ ഫോട്ടോ എവിടെ പോയി? ഇതിൻ്റെ എവിടെ പോയി? അപ്പോൾ 2 കൊല്ലം മുമ്പേ ഒന്നും ശോഭ എനിക്ക് മെസ്സേജ് അയക്കലും നിങ്ങൾ കണ്ടല്ലോ. 2024 മുതൽക്കാണ് ഞാൻ തുടങ്ങിയത്, സിഗ്നേച്ചർ ഇട്ട് തുടങ്ങിയത്. ആ തൊട്ട് പുറയിലുള്ള അതിനകത്ത് സിഗ്നേച്ചർ ഇല്ല, അതുകൊണ്ട് കാണിക്കാനില്ല. പിന്നെ പണ്ടത്തെ കുറേ പൊടി തട്ടി എടുത്തതൊക്കെയാണ് കാണിക്കാനുള്ളത് പുള്ളിക്കാരത്തിക്ക്. 2016-18 പെയിൻറ്റിങ്സ് തുടങ്ങിയ ഒരാൾ ഒരു കൊറിയർ അയക്കുമ്പോൾ മാത്രമാണോ സൈൻ ചെയ്ത് വെക്കുക? അതുകൊണ്ട് ഇവിടെ ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ. അങ്ങനത്തെ എൻ്റെ സിഗ്നേച്ചർ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ 2022 മുതൽക്ക് ഞാനും തുടങ്ങിയതാണ് പെയിൻറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ. ഞാൻ എവിടെ കൊടുത്താലും എൻ്റെ സൈൻ ഞാനിടും, ഫോൺ നമ്പറും കൊടുക്കും. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന.
നിന്നെ ഇമിറ്റേറ്റ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല. അത് ഫസ്റ്റ് നീ മനസ്സിലാക്കുക. സെക്കൻഡ്, നീ മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കോടതി പോലീസുകാർക്ക് മേളിലാണ്. അതിന് കോടതിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ നീ കൊടുത്തിട്ടില്ല. നീ ഇപ്പം പറഞ്ഞല്ലോ ഏതോ ഒരു രഞ്ജിത്ത് വിളിച്ചപ്പോൾ നീ എങ്ങനെ ഉറപ്പിച്ചു അത് എൻ്റെ കെട്ടിയവനാണെന്ന്? എൻ്റെ കെട്ടിയവൻ്റെ പേര് രഞ്ജിത്ത് എന്നല്ലല്ലോ. നാരായണൻ പാണ്ഡെ പറഞ്ഞപ്പോൾ തെറ്റി പറഞ്ഞു പോയോ? എന്തോ ചെയ്യാനാണ്, ഡീറ്റെയിൽസ് പറയാനായിട്ട് ഒരാളെ ഏൽപ്പിക്കുമ്പോൾ ഫുൾ ഡീറ്റെയിൽഡായിട്ട് എടുത്തുകൊണ്ട് വരാൻ പറയണം. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒന്നും കൂടെ മനസ്സിലാക്കി ചോദിച്ച് എന്നിട്ട് വേണം നീ പ്രതികരിക്കാൻ നിൽക്കാൻ. ഇല്ലെങ്കിൽ എല്ലാം അടിമുടി തെറ്റിപ്പോവും. ഇവിടെ നിന്റെ ഫസ്റ്റിലേ നിന്റെ തെറ്റി. കാരണം എൻ്റെ കൂടെ ആരാ ഉള്ളതെന്നറിയോ? സാക്ഷാൽ മഹാദേവനും ശ്രീരാമനും. അപ്പം എൻ്റെ അടുത്ത് പറ്റത്തില്ല. നീ വിചാരിക്കുന്ന പോലെ നീ എന്തോ കാണിക്കാനാ എന്നെ? നീ എന്നെ എന്തോ കാണിക്കാനാ? ഒന്ന് പറയാ രണ്ടിനെ. അയ്യോ എൻ്റെ ചേട്ടാ എനിക്കിങ്ങനെ പറ്റി, എന്നോട് ഇങ്ങനെ പറഞ്ഞേ, ഓടിവായോ. രഞ്ജനേതാ, രഞ്ജിത്ത് ഏതാ, രഞ്ജു ഏതാ ഒന്നും അറിയത്തില്ല. എന്നാലും അതെൻ്റേതാണെന്ന് അങ്ങ് ഉറപ്പിച്ചു. പുള്ളിക്കാരി സ്വയം അങ്ങ് ഉറപ്പിച്ചു അതെൻ്റെ കെട്ടിയവനാണ്. എന്നുവെച്ചാൽ അവളെ പോലല്ലേ ഞാൻ. അവൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന ഉടനെ അരണയുടെ അടുത്തോട്ട് അവൾ ഓടുന്ന പോലെ ഞാൻ അങ്ങനെ ഓടത്തില്ലടി. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വയം പറഞ്ഞു നിൽക്കാനും ചെയ്യാനും ഉള്ള കഴിവും തൻ്റെ ഇടവും എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ എന്ത് വന്നാലും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് അയ്യോ എൻ്റെ ചേട്ടാ എന്നോട് ഇങ്ങനെ അവൾ പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് പോയി പറയേണ്ട കാര്യമില്ല. നീ ഇപ്പം പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് മെസ്സേജ് ഇട്ടായിരുന്നു. മെസ്സേജ് ഇട്ടില്ല എന്ന് നിനക്ക് വാദിക്കാൻ പറ്റത്തില്ല, കാരണം സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പം അതിനകത്ത് നിൻ്റെ അരുണയേട്ടൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതെന്തുവന്ന് നമുക്കൊന്ന് നോക്കാം. നീ കുറച്ച് കാര്യമല്ലേ ഇട്ടിട്ടുള്ളൂ, പക്ഷെ എൻ്റെ കയ്യിൽ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. ഞാനതിട്ട് കേൾപ്പിച്ചു തരാം. ഇന്ന് 9:53 ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അത് നിന്നെപ്പോലുള്ളവളെ വിളിക്കാനുള്ള ഇത് അത്രയ്ക്ക് തരണ്ടായിരുന്നതല്ല എൻ്റെ കുട്ടികൾ. നിന്റെ ആ മായാവിയായ സലീമിനെ പോലല്ല എൻ്റെ കുട്ടികൾ. അപ്പോൾ അരുണേട്ടൻ അത് ഉടനെ ഏറ്റെടുത്തു. ഏറ്റെടുത്തിട്ട് ചെയ്ത് വിളിക്കും. അതവൻ്റെ സ്വഭാവം. നമ്മളത് പഠിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ടുള്ളത് അല്ലടാ, നിന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ നീ എന്താ അവളുടെ അടിമയോ? അവൾക്ക് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടെന്ന് ഇന്നലെ പറയുന്ന കേട്ടല്ലോ. എന്ത് ഐഡന്റിറ്റി ഉള്ളവളാണെങ്കിൽ നേരെ നിന്ന് സംസാരിക്കാനുള്ള തൻ്റെ ഇടം കാണിക്കണം. അതെന്താ ഇല്ലയോ അവൾക്ക്? എനിക്ക് ഒരുത്തൻ്റെ ഒരു ഹെൽപ്പ് വേണ്ട. എൻ്റെ അടുത്ത് കളിക്കാൻ വന്നാൽ ഞാൻ ഏത് നിലയ്ക്ക് നിർത്തും എന്നുള്ളത് എൻ്റെ കെട്ടിയവന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇടപെടാതെ നിൽക്കുന്നത് തന്നെ. കാരണം നിന്നെ പോലുള്ള തറ ലോക്കൽസ് ഞങ്ങൾ ഇതുവരെ ഇടപെട്ടിട്ടില്ല. ഇനി അടുത്തത് നമ്മുടെ ജസ്നയുടെ ഭീഷണിയാണ്. ആരും കേട്ട് പേടിക്കരുത്. ഭീഷണി എന്തുവാ? ശരിക്കുള്ള ജസ്നെ അറിയത്തില്ല, നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. എന്തുവാ? നമ്പർ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ കയറ്റി വിടും, കുറേ അലവരാതികൾ വിളിക്കും. അറിയാൻ വയ്യാത്ത നമ്പർ നമ്മൾ എടുക്കത്തില്ല, അത്രയേ ഉള്ളൂ. നിന്നെപ്പോലെ ഉള്ള നമ്പർ വരുന്ന എല്ലാം അങ്ങോട്ട് വലിച്ചു വാരി ഞങ്ങൾ എടുക്കത്തില്ല. അതാണ് അന്തസ്സ്, അഭിമാനം, സംസ്കാരം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അത് നിനക്കില്ല, പക്ഷെ ഞങ്ങൾ സ്ത്രീകൾക്ക് അതുണ്ട്. ഇപ്പം പറയുന്ന കേട്ടോണേ. ഇതിനുള്ള മറുപടി നോക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്ന ഇത് മെസ്സേജ് അയച്ചാൽ എനിക്ക് ജസ്റ്റ് ആരാന്നും മര്യാദയ്ക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അവൾ ആരാന്ന് കാണിക്കാനും ഒക്കെ വേണ്ടിയിട്ട് എൻ്റെ നമ്പർ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങ് പോസ്റ്റ് ചെയ്തു. എന്തുവാ കാറ്റലോഗൊക്കെ ഉണ്ട്, ഭഗവാൻ കൃഷ്ണനെ വരച്ചതും അത് ഇതൊക്കെ, അതൊക്കെ വെച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നിനക്ക് ഓർഡർ കുറയുമോ അതോ കൂടുമോ ജസ്റ്റിനെ? നീ അത് ചിന്തിച്ചായിരുന്നു? എടുത്തിയാടി ഓരോന്നും ചെയ്യുമ്പോഴേ ഒന്ന് ചിന്തിക്കണം.
വിത്ത് കാറ്റലോഗ് അല്ലേ നീ ഇട്ടേക്കുന്നത്? ഓർത്തില്ലയോ? എന്താ ഓർക്കാന്? നീ ഇപ്പം ഇട്ടും പോയി, എങ്ങനെ ഡിലീറ്റ് ആക്കുന്നു? നീ പിന്നെ അത് ഡിലീറ്റ് ആക്കും, അത് വേറെ കാര്യം. പക്ഷേ നീ കോടതിയെ പുല്ല് വില കാണിച്ചില്ലേ, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റിനെ ആരാണെന്ന് നിനക്കറിയത്തില്ലല്ലേ? എങ്കിൽ ശോഭ ആരാണെന്നും നിനക്കറിയത്തില്ല. നീ ഇതുവരെ കണ്ടിട്ടുള്ളത് പോലല്ല ഈ കേസ് എന്ന് ഞാൻ നിന്നോടും പറഞ്ഞിട്ടുണ്ട്, നിന്റെ ആരണയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം. ഓക്കെ? തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നീ പറഞ്ഞതുപോലെ ചങ്കി, എൻ്റെ ഈ ചങ്കിൽ നീ കത്തി കുത്തിയൊക്കെ നിനക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ. അപ്പം 12-ാം തീയതി വരുന്ന വീഡിയോ മോള് കാണാതിരിക്കരുത്. അന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തി ആരാന്നുള്ളത് നീ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കണ്ണ് തുറന്ന് വെച്ച് നോക്കണം. ഓക്കേ? അപ്പോൾ നിന്നെ ഇപ്പോൾ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യുക. ബൈ ദ ബൈ ഫ്രം ശോഭ രഞ്ജിൻ, നോട്ട് രഞ്ജിത്ത്. ബൈ ജസ്ന.